കറങ്ങനാ ഞാന് വീട്ടിലെ പത്രം ഓ ഓ ജോഷേ ശരി 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 ഓക്കെ. അതാണ് ഇന്നലെ വൈകുന്നേരം പത്രം വെച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ കാരണം അതായിരുന്നു. ഞാൻ വിചാരിച്ച ക്ലീറ്റോ ചേട്ടൻ കൊണ്ടേക്കാണോ. ഓ എന്തെങ്കിലും അങ്ങ് പോയാ കീറ്റാച്ചാട്ടെ. അല്ല അയാള് കാലടി കിടക്കുന്നു. എന്താ കാലടി കിടക്കുന്ന അയാള് ഇപ്പൊ എങ്ങനെയുണ്ട് എന്തേലും ഒരു സാധനം അങ്ങോട്ട് കാണാതെ പോയ ഒരുത്തനെ അങ്ങ് കുറ്റപ്പെടുത്തിക്കൊള്ളണം. എടാ നിനക്ക് ഇപ്പൊ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അയാളൊന്ന് വിളിച്ച് ചോദിച്ചു. വെറുതെ അവനെ സംശയിച്ചിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം. അല്ല ഞാനിവിടെ ആസ്ഥാന കള്ളനല്ലേ അങ്ങ് പറയാനായിട്ട്. അല്ല നീ അല്ല പത്രം എടുത്ത് ഞാൻ പറഞ്ഞ നീ അല്ല പത്രം എടുത്തെന്ന് ഞാൻ പറഞ്ഞ പത്രം ഇടാതെ പിന്നെ അങ്ങനെ പത്രം കിട്ടും. പത്രം ഇട്ടിട്ടുണ്ട്. അയാളുടെ മോൻ വരുന്നു 2 ദിവസമായിരുന്നു. കൃത്യസമയത്തോണ്ട് എടുത്തുണ്ട്. നിനക്ക് അപ്പൊ ഇപ്പോഴും എന്നെ സംശയം ആണ് അല്ലേ? എന്നെ സംശയിക്കാം. നീ ആസ്ഥാന കള്ളനായോണ്ട് ഞാൻ തന്നെ സംശയം. കാരണം എല്ലാവരും കൂട്ടി വെച്ചിട്ട് കൊണ്ട് ആഗ്രഹിക്ക് കൊടുക്കും. അങ്ങ് ഞാൻ എടുത്തടാ. ഞാൻ എടുത്തങ്ങ് വിഴുകിയടാ. നീ വീണ്ടും വിഴുകിയ? വീണ്ടും വിഴുകി. കഷ്ടമാണ് ഈ വീട്ടിൽ ജീവിക്കണത്. അതെ അത് ചിലപ്പോ നമ്മുടെ രാജ ഡോക്ടർ ഇല്ലേ അവരുടെ വീട്ടിലൊരു പട്ടിയിട്ട് ആ പട്ടി വന്ന് ചിലപ്പോ എടുത്തോണ്ടായിരുന്നു. പിന്നെ പട്ടി ഇപ്പൊ പത്രം വായിച്ചോണ്ടിരിക്കുകയല്ലേ. അതല്ലടെ 2-3 ദിവസമായിട്ട് അടുത്തുള്ളവരൊക്കെ കംപ്ലൈന്റ് പറയുന്നുണ്ട്. ഇത് നേരെ വിളിച്ചാകുമ്പോ വന്ന മുറ്റത്തിരിക്കുന്ന ചെരുപ്പും ഗ്ലാസും ഒക്കെ കടിച്ചോണ്ട് ഉണ്ട്. പണ്ട് ഞാൻ ഒരു സമ്മേളനത്തിന് ഒരു പുതിയ ചെരുപ്പ് അടിച്ചത് ആ പന്നി അല്ല പട്ടി എടുത്തോണ്ട് പോയത്. വെറുതെ സംശയിക്കരുത്. അതൊന്ന് അന്വേഷിച്ച് നോക്കാം. ഏത് പട്ടിയാലും കൊള്ളാം. ഞാൻ വെച്ചിട്ടുണ്ടോ എന്റെ ആ സംസാരം അത്ര ക്ലിയർ അല്ലല്ലേ? നീ ആ പറഞ്ഞല്ലേ അർത്ഥം വെച്ചുള്ള ഒരു പറച്ചിലാണ് വേണ്ടത്. രാജസാറിന്റെ വീട്ടിലെ പട്ടി അല്ലെങ്കിൽ ബാബുസാറിന്റെ വീട്ടിലെ പട്ടി ഏതെങ്കിലും പട്ടി തന്നെ ഉദ്ദേശിച്ചത്. നീ വഴിയെ പോണെ പിടിച്ചു വലിക്കുന്ന കാര്യമുണ്ടോ? അയ്യോ അറിയാ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള മൂള എനിക്കുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാളെ മുതൽ എന്റെ വീട്ടിൽ വരുന്ന പത്രം നീ എടുക്കരുത്. നിനക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ നീ കാശ് കൊടുത്ത് പത്രം വരുത്തണം. ഞാൻ വായന നിർത്തി. ഇന്നേ നിർത്തി. പ്രശ്നം തീർന്നല്ലോ. നേരത്തെ വായിക്കാൻ പത്രം വേണ്ടേ? ഉണ്ടെങ്കിൽ ഞാൻ വായിക്കൂടാ. നിങ്ങൾ വായിക്കട്ടെ. വെറുതെ സംശയിക്കല്ലേ. ഒരു തീരുമാനം ഇല്ലാണ്ട് സംശയിക്കാം. ഇങ്ങനെയും പോവാൻ വയ്യ ഇങ്ങനെയും പോവാൻ വയ്യ. എങ്ങനെ പോയാലും പിന്നെ അത് എവിടെ ഒരുത്ത ഇവിടെ കിടപ്പുണ്ടല്ലോ. എല്ലാവർക്കും വന്ന് അങ്ങോട്ട് ചാഞ്ഞ് നിൽക്കണ കൊമ്പല്ലേ. ലീറ്റസേ ഞാൻ പത്രം കണ്ട് എടുത്താ ഞാനോട് കൊടുക്കാം. വേണ്ട നിങ്ങൾക്ക് എന്നെക്കാളും പ്രായം കൂടുതലുള്ളത് കൊണ്ടും ഒരു സ്ത്രീ ഇവിടെ നിൽക്കണുണ്ടും ഈ 2 കാര്യങ്ങൾ പരിഗണിച്ച് ഞാനിപ്പോ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. മാവനാണ് പോലും മാവൻ.